വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഡാൻസർ അമൃതാംബിക. സോഷ്യൽ മീഡിയ തരംഗങ്ങളായിട്ടുള്ള രണ്ട് വ്യക്തികളാണ് നമ്മൾ ഇന്ന് ഇന്റർവ്യൂ ചെയ്യാൻ പോകുന്നത്. ഇതൊക്കെ നമ്മുടെ കോമഡി ഉത്സവത്തിൽ കൂടെ വന്ന് ശ്രുതി സുന്ദർ ആയിട്ട് നാഷണൽ വിന്നറും കൂടെ ആയിട്ടുള്ള നമ്മുടെ കുക്കും കൂടെയാണ്. സോ പ്ലീസ് ലെറ്റ് ദം വെൽക്കം. രണ്ട് തവണ റീച്ചായി കഷ്ടപ്പെട്ട് വന്നപ്പോഴാണ് അത്. ഞാനിടയ്ക്ക് ഒരു ബ്രേക്ക് എടുത്തായിരുന്നു. ഒരു റീച്ചും ഇല്ലാത്തൊരവസ്ഥയിൽ ഞാൻ വിചാരിച്ചു ഇനി വേണ്ട. ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്ത് ഇറങ്ങിപ്പോയി. അത് എനിക്ക് കോപ്പിറൈറ്റ് കൊടുക്കാം. ഞമ്മക്ക് പെരിയോന് ഞാമലപ്പോൾ ഞാനും എടുക്കാത്ത വോയിസസ്. സ്റ്റാർട്ടപ്പ് കൂടുന്നു പറയട്ടാ, പാർട്ട്ണറുണ്ട്. പുള്ളിക്കാരത്തിയുടെ കല്യാണം ഇപ്പൊ ഫിക്സ് ആണ്. അറേഞ്ച്ഡ് ആണ്. അറേഞ്ച്ഡ് മാരേജ് ആണ്. ഞാൻ ചോദിച്ചില്ല, ചോദിച്ചോ കുക്കുന് അറേഞ്ച്ഡ് മാരേജ് ആണെന്ന്. അപ്പൊ അവിടെ ഒന്നുമില്ല കംപ്ലീറ്റ്ലി അറേഞ്ച്ഡ് ആണ്. ബട്ട് വി ആർ സോൾമേറ്റ്സ്. ഓക്കെ. അപ്പൊ പുള്ളിക്കാരത്തി നമുക്കപ്പം ഒരു ഓണമല്ല ഇത്, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശ്രുതിയുടെ കല്യാണമാണ്. അപ്പം കല്യാണം ആയിട്ട് അപ്പം എന്നാണ് കല്യാണം അതിന് ഫിക്സ് ചെയ്തിട്ടുണ്ടോ? അത് തന്നെയേ പറയുള്ളൂ. ആയിട്ടില്ല, ഒന്നും ആയിട്ടില്ല. എന്തായാലും ഈ ഓണം കഴിഞ്ഞിട്ട് ഉണ്ടാകാം. അപ്പൊ എന്തായാലും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ. അപ്പൊ നമുക്ക് ഇനി നമുക്ക് അടുത്ത പോകുന്ന ഒരു ഗെയിം ഷോയിലേക്ക് പോവാം. കാരണം നമ്മൾ കുറെ നേരം പാവത്തും കിടന്നു സംസാരിച്ചു നമുക്ക് ജസ്റ്റ് ഒരു ഗെയിമിലോട്ട് ആയിക്കോട്ടെ. ഓക്കെ. സോ നമുക്ക് ഈ ഒരു സെറ്റപ്പ് വേണം. നമുക്ക് പുറത്തു ഇറങ്ങിയാൽ ഗെയിമിലേക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, സ്റ്റാർട്ട്. ഇത് ഞാൻ കൂടുതലായിട്ട് നിങ്ങളൊന്നും കറക്കുന്നില്ല. നമുക്കറിയാം പണ്ട് തൊട്ട് കേൾക്കുന്ന കുറച്ച് കുസൃതി ചോദ്യങ്ങള്. ഇവര് ഒരു ടീച്ചറും ഒരു സ്റ്റുഡന്റും അല്ലേ ഓൾറെഡി? എന്തായാലും പഠിക്കാനൊക്കെ പോകുന്നതല്ലേ, എന്തെങ്കിലുമൊക്കെ അറിയാമോ നോക്കണമല്ലോ. കുറച്ച് വികൃതി ചോദ്യങ്ങളാണ്. സോ ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാല് ചോദ്യം ചോദിക്കും, ആൻസർ പറയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിലൊരു ടാസ്ക് എന്നാ പരിപാടി. അതെ, എന്നെ ഇൻസൾട്ട് ചെയ്യുന്ന പോലെ എനിക്ക് താല്പര്യമില്ല. ആൻസർ പറഞ്ഞാൽ ഒരു പ്രശ്നമില്ല, ആൻസർ പറഞ്ഞാൽ ഓക്കെ ആണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ചെയ്തേ പറ്റുള്ളൂ. ടാസ്ക് ആയിട്ട് കൊടുത്തിരിക്കുന്നത് നമ്മുടെ പച്ചമുളകുണ്ട്, പാവയ്ക്കുണ്ട്, പിന്നെ നമ്മുടെ നാരങ്ങ നീരുണ്ട്. അപ്പം ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് കിട്ടാം. മധുരമുള്ള തേൻവരിക്ക് ഞാൻ തരുന്നുണ്ട്. ചോദ്യം ഞാൻ കുക്കുവിന്റെ അടുത്താണ്. ഓക്കെ, ശരി. ആരും കൂട്ടാത്ത കറി പറയരുത്, ശ്രുതി പറയരുത്. ആരും കൂട്ടാത്ത കറി അറിയാവുന്നവർക്ക് വേണമെങ്കിൽ കമന്റ് ഒക്കെ ഇടാം കേട്ടോ. നീ കൂട്ടാത്ത കറിയല്ല, ആരും കൂട്ടാത്ത കറി. ആരും കൂട്ടാത്ത കറി പെട്ടെന്ന് പറഞ്ഞോ. ടെക്നിക് 1. അറിഞ്ഞൂടാ. അപ്പൊ അറിയാമോ? അല്ല, ബേക്കറി. അയ്യോ, ബേക്കറി എനിക്ക് കിട്ടോ? ബേക്കറി എന്താ നമ്മൾ തിന്നുവോ? ബേക്കറി ഫുഡല്ലേ, ആരും കൂട്ടാത്ത കറിയാണ്. ഇതൊന്നും പറയാ, ബേക്കറി കഴിക്കത്തില്ല ആരും. എടുത്തേ കുക്കർ. ഇല്ല, ഞാൻ ചോദിച്ചത് കുക്കൂരാണ്. ഇഷ്ടമുള്ള ആദ്യം എടുത്തോ. ആദ്യം എടുക്കണം. എനിക്ക് തന്നെ കള്ളം പറയും. നാരങ്ങ മാറ്റി പറഞ്ഞാ മതി. നാരങ്ങ നീര് കുടിച്ചു. എങ്ങനെ വേണോ 2 സ്പൂണോ നിന്റെ ആരോഗ്യത്തിനനുസരിച്ച് നീര് കുടിക്കാം. വയ്യാത്തയാ, അതങ്ങ് ക്ലോസപ്പിൽ എടുക്കാനോ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രുതിയാണ്. സിനിമകളിൽ ഇല്ലാത്ത ആക്ഷൻ. സിനിമകളിൽ ഇല്ലാത്ത ആക്ഷൻ എന്തെങ്ങനെ? ഒന്നും വരുന്നില്ല. എനിക്ക് ഒന്നും ഓർമ്മ വരുന്നില്ല. ഇതാണെന്നല്ലോ പഠിച്ചിട്ട് വന്നത്. ഫിസിക്സ് അല്ലേ പഠിച്ചത്? ഇല്ലാത്ത ആക്ഷൻ റിയാക്ഷൻ. സിനിമകളില്ലാത്ത ആക്ഷൻ റിയാക്ഷൻ ഫ്രിക്ഷൻ ഉള്ളത്. സോ അതല്ല. ഇതേത് ആക്ഷൻ? കുഴപ്പമില്ല, കഴിച്ചോ. ഇഷ്ടമുള്ള ഒന്നും വരുന്നില്ലേ? ഇല്ല. പറയാൻ പറ്റുമോ? കഴിച്ചോട്ടെ. കഴിച്ചോട്ടെ, അറിയില്ലല്ലോ. സോ വിക്സ് ആക്ഷൻ ആണ്. സ്റ്റാൻഡേർഡ് ഉള്ള ക്വസ്റ്റ്യൻ ചോദിക്കുക. അമൃത, നോ അമൃത. അല്ല, ഇപ്പൊ ഒരു നടന് വയ്യാണ്ടായ വിക്സ് ആക്ഷൻ യൂസ് ചെയ്യല്ലേ മോളു? ആയിക്കോട്ടെ, അതും സിനിമ എന്നാ പരിപാടിയാണ്. മുളക് തന്നെ കിട്ടാൻ പ്രാർത്ഥി. നാരങ്ങ വായിക്കൂ. നാരങ്ങ അടിപൊളിയാ. ഇങ്ങനെ കാണത്തില്ല. ഓ മുളക് ഞാൻ പറഞ്ഞതേ ഉള്ളു.
മുളക് മുളക് കിട്ടിയിരിക്കുകയാണ്. വലുത് വേണ്ട, അതൊക്കെ ഇഷ്ടമുള്ളത് ആണോ? നിനക്കായിരിക്കും വലുത് കിട്ടുന്നത്. അയ്യോ വേണ്ട. കഴിച്ചോ ചെറുതായിട്ട് കഴിച്ചോക്കൂല. പറ്റില്ല. അയ്യോ, ഇത് ജീവിയല്ലേ, ഇത് വികാരം ഇല്ലേ? ഇങ്ങനെയുണ്ട്. ഓക്കെ, ബാക്കി എഡിറ്റ് ചെയ്ത് കയറണം ഞാൻ ബാക്കി തിന്നുന്നതായിട്ട്. വെള്ളം കൊണ്ടാ? വെള്ളം നീറുന്നുണ്ടോ? വെള്ളം ഇല്ലെന്ന് തോന്നുന്നു ഇവിടെ. ഞാൻ കാലിലോട്ട് ചാടട്ടെ. അത് നമ്മള് എടുത്ത സാധനം അതിനകത്ത് തന്നെ ഇടണം. അത് വേണ്ട, അത് കയ്യിൽ വെച്ച് കൊണ്ടുപോകണം. അടുത്തത് വേണമെങ്കിൽ കൊടുക്കല്ലേ. എല്ലാവരും ബഹുമാനിക്കുന്ന തല. ഇതാണ് ക്വസ്റ്റ്യൻ. തല അജിത്ത്. തല അജിത്തോ? തല തലയല്ലേ? അതല്ലേ വേണം. മുതലായിരിക്കും ഇനി. മുഖത്തല. സ്ഥലമോ കൊല്ലത്ത. മുതലേക്ക് ബഹുമാനം കിട്ടുന്നില്ല ഇപ്പൊ. ബഹുമാനം ഒന്നും കിട്ടുന്നില്ല. അതല്ല, ഇല്ലല്ലോ. അറിഞ്ഞൂടാ. അമൃതജിയുടെ തല. ചുമതലയാണ്. ഇവർക്ക് ഒരു കുന്തം അറിഞ്ഞോന്ന് മനസ്സിലായി. പെട്ടെന്ന് എടുത്തു. നമ്മളുടെ സ്റ്റാൻഡേർഡ് കുറച്ച് വേറെ ആയത്. അതെ, ഇത് ഭയങ്കര. ഈ രണ്ടെണ്ണം ഞാൻ വായിക്കട്ടെ. നാരങ്ങ. ഇന്ന് നാരങ്ങ നീര് കുടിച്ച് അതിന് തൊണ്ടവേദനല്ലേ പറഞ്ഞത്? മുളക് അടിക്കടാ, നല്ല തൊണ്ടയ്ക്ക് ഒരു സുഖം കിട്ടും. സോ ലാസ്റ്റ് കയ്പ് കൂടും. വേനൽക്കാലത്ത് മനുഷ്യരെ തങ്ങുന്ന ഭാരം. പറയണ്ട. ഇല്ല ഞാൻ പറയും. ഇതെങ്കിലും പറഞ്ഞില്ലെങ്കിൽ എന്റെ ആരാധകർക്ക് വിഷമാവും. സംഭാരം ഭാരം. ശരി, അടിപൊളി. കൈ അടിക്കുക, എല്ലാരും കൈ അടിക്കേ. പുച്ഛം മാത്രം. അത് നമുക്ക് വിട്ടേക്കാം. അടുത്ത ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. തോളിൽ സഞ്ചിയുള്ള ജീവി ഏത്? സിമ്പിൾ. തോളിൽ സഞ്ചിയുള്ള ജീവി. കണ്ടക്ടർ. തോളിൽ സഞ്ചിയുള്ള ജീവി ഏത്? കങ്കാരു. തോളിൽ സഞ്ചിയുള്ള ജീവിയോ? ജീവി. സഞ്ചിയാ അല്ലേ? തോളില്ല, പക്ഷെ തോളില്ല. ഇത് കങ്കാരു ഇവിടെ അല്ലേ? മനുഷ്യനൊക്കെ കണ്ടക്ടർ, ബസ് കണ്ടക്ടറാ കണ്ടക്ടർ അല്ലേ? അതെ. ഏറ്റവും വലിയ പോക്കറ്റ് അടിക്കാരൻ. തയ്യക്കാരൻ അല്ലേ? തയ്യൽക്കാരനാട്ടോ. അടിപൊളി. പോക്കറ്റ് അടിക്കുന്ന ആള്. ഞാൻ ഇപ്പോഴാണ് ഫോമിലായത്. ചോദിക്കേ, ഇനിയും ക്വസ്റ്റ്യങ്ങൾ ഇട്. കണ്ടല്ലേ? അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചോദ്യം റൗണ്ട്. സോ എനിവേ, താങ്ക് യു സോ മച്ച്. സോ നമ്മളെ ഗെയിം എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ എന്തായാലും രണ്ടുപേരും അത്യാവശ്യം വിജയിച്ചിട്ടുണ്ട്, വിജയിച്ചിട്ടില്ല. ഞാൻ വിജയിച്ചു. അപ്പൊ എന്തായാലും ഓണമായിട്ട് വന്നതല്ലേ എന്റെ ചാനലിലേക്ക് ആദ്യം. അതെ. എന്തായാലും നിങ്ങൾക്ക് ഞാനൊരു ചെറിയൊരു ഗിഫ്റ്റ് എന്റെ വക. സോ ഹാപ്പി ഓണം. ഹാപ്പി ഓണം. So all of you, thank you for watching my YouTube channel. So ഇനിയും പുതിയ ആൾക്കാരെ അല്ലെങ്കിൽ പുതിയ രീതിയിലുള്ള പുതിയ കണ്ടന്റുകളായിട്ട് ഇനി ഞാൻ വരുന്നതായിരിക്കും. സോ ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. നമുക്ക് അപ്പൊ അടുത്ത വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ ബൈ. പറഞ്ഞേ.